ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യമാണ് ധ്യാനിക്കാൻ പോകുന്നത്. ലൂക്ക് ചാപ്റ്റർ 8 വേഴ്സ് 25. വളരെ പരിചിതമായ ഒരു വചനമാണ്. അല്പനേരത്തെ ധ്യാനത്തിനായിട്ട് നമ്മൾ വായിക്കുന്നത്. ആ വാക്യത്തിൽ നിന്നുകൊണ്ട് ഇന്ന് ദൈവവചനം പറയാൻ പോകുകയാണ്. പിന്നെ അവരോട് നിങ്ങളുടെ വിശ്വാസം എവിടെയെന്ന് പറഞ്ഞു. അവരോ ഭയപ്പെട്ടു. ഇവൻ ആർ? അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നെന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. മതി. 2 ചോദ്യങ്ങൾ ഈ വാക്യത്തിനകത്തുണ്ട്. ഒന്നാമത്തെ ചോദ്യം യേശു ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങളുടെ വിശ്വാസം എവിടെ? രണ്ടാമത്തെ ചോദ്യം ശിഷ്യന്മാര് തമ്മിൽ ചോദിക്കുകയാണ്, ഇവൻ ആര്? ഈ 2 ചോദ്യങ്ങളെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് ഈ സെക്ഷനിൽ പറയാൻ പരിശുദ്ധാത്മാവ് എനിക്ക് നിയോഗം തന്നിരിക്കുന്നത്. ഈ വചനത്തിന്റെ ചരിത്ര പശ്ചാത്തലം അല്പനേരം ധ്യാനിച്ചിട്ട് വേണം ഈ വാക്യത്തിലേക്ക് നമുക്ക് വരാനായിട്ട്. ഈ വചനത്തിനകത്ത് പരിശുദ്ധാത്മാവിന് ശക്തമായിട്ട് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് വചനം കേൾക്കുമ്പം ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും ഇരിക്കണം. കർത്താവ് വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. നമുക്കതിൻ്റെ 22-ാമത്തെ വാക്യം മുതൽ നമുക്ക് ഒന്ന് വായിച്ചു കേൾക്കാം. ആ ഒരു ചെറിയ ഒരു പാരഗ്രാഫിനകത്ത് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവന്നിട്ട് ഈ വചനത്തിലോട്ട് നമുക്ക് വരാം. ഒരു ദിവസം അവൻ ശിഷ്യന്മാരുമായി പടകിൽ കയറി നാം തടാകത്തിന്റെ അക്കരെ പോക എന്ന് അവരോട് പറഞ്ഞു. അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി. ആരോട് പറഞ്ഞു? യേശു ശിഷ്യന്മാരോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? പടകിൽ കയറി അക്കരയ്ക്ക് പോകാം, നാം തടാകത്തിന്റെ അക്കരയ്ക്ക് പോകാൻ ആര് പറഞ്ഞു? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നമ്മള് പടകിൽ കയറി തടാകത്തിന്റെ അക്കരയ്ക്ക് പോകാ എന്ന് പറഞ്ഞു. അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി. തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായി. അവര് നീക്കി ഓടുമ്പം അവൻ ഉറങ്ങിപ്പോയി. യേശു ഉറങ്ങിപ്പോയി. തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി അടുക്ക ചെന്നു. നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു. അവ അമർന്നു, ശാന്തതയുണ്ടായി. പിന്നെ അവരോട് നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് പറഞ്ഞു. അതിന്റെ സാഹചര്യമാണ് വായിച്ചു കേൾപ്പിച്ചത്. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമി വന്നത് നാം ദൈവത്തിൽ വിശ്വസിക്കണമെന്ന് ജനത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. നാം ദൈവത്തില് വിശ്വസിക്കണം. ഹല്ലേലൂയ. ഈ കർത്താവ് പല സാഹചര്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൽ വിശ്വാസം ഉള്ളവർ ആയിരിപ്പീൻ. ദൈവത്തിൽ വിശ്വാസം ഉള്ളവരായിരിപ്പീൻ. വിശ്വാസത്തിന് ഭയങ്കര ശക്തിയാണ്. വിശ്വാസം ഉണ്ടാകുന്ന എങ്ങനെയാന്ന് ബൈബിളിലുണ്ട്. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും ഉണ്ടാകും. അപ്പൊ വചനം കേൾക്കുമ്പോഴാണ് ഒരാടകത്ത് എന്തുണ്ടാകുന്നേ? ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏതു പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിലും ആ പ്രശ്നത്തെ വിശ്വാസം കൊണ്ട് നമുക്ക് ജയിക്കാൻ പറ്റും. എത്ര പേര് അതിന് ആമീൻ പറയാൻ പറ്റും? നിങ്ങളുടെ അകത്ത് കിടക്കുന്ന വിശ്വാസത്തെ ഇന്ന് പരിശുദ്ധാത്മാവ് തട്ടി ഉണർത്താൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന നിങ്ങളിലൂടെ കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഇത്രയും പ്രസംഗം കേട്ടിട്ട്, ഇത്രയും പ്രവചനങ്ങൾ കേട്ടിട്ട്, ഇത്രയും ബൈബിൾ വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തുമാത്രം വിശ്വാസം ഉണ്ടായി? ഒരു ചെറിയ കാറ്റ് വന്നപ്പം നിങ്ങളെല്ലാം തീർന്നെന്ന് പറയുന്നതാണോ നിങ്ങളുടെ വിശ്വാസം? എങ്ങാണ്ടൂടൊരു ചെറിയ ചുഴലി അടിച്ചപ്പോഴേ ഇനിയും പ്രാർത്ഥിക്കുന്നില്ലെന്ന് പറയുന്നതാണോ നിങ്ങളുടെ വിശ്വാസം? ആ ചുഴലിയെ അതിജീവിക്കേണ്ട വിശ്വാസം നിങ്ങളുടെ അകത്തുണ്ട്. യേശു ചോദിക്കുക, നിങ്ങളുടെ വിശ്വാസം എവിടെ? ഹല്ലേലൂയ.
ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പം മറ്റാരും ഫേസ് ചെയ്യാത്തൊരു പ്രശ്നം നീ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഞാൻ തുടക്കത്തിലെ ഒരു സന്ദേശം പറയാം. ആരും പോകാത്ത പ്രശ്നത്തിലൂടെ നീ പോയാൽ ആർക്കും ലഭിക്കാത്ത അനുഗ്രഹം നിനക്ക് ലഭിക്കും. ഒരാമയും വരുന്നില്ല. ലോകത്തിൽ ഏത് കുഞ്ഞ് ജനിച്ചാലും കുഴപ്പമില്ല. മോശക്കുഞ്ഞ് ജനിച്ചാൽ ഉടനെ രാജാവ് കൽപ്പിക്കും ഞെക്കിക്കൊന്നേക്കാൻ. ഞെക്കിക്കൊല്ലാൻ കൽപ്പിച്ച രാജ്യത്ത് ഞെക്കിക്കൊല്ലാതൊരു കുഞ്ഞ് വളർന്നാൽ അത് ആ രാജ്യത്തിനൊരു ഭീഷണിയായിരിക്കും. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം. അസാധാരണ സംഭവങ്ങൾ നിന്റെ ലൈഫിൽ ഉണ്ടാവുമ്പോൾ ഓർത്തോണം, നീ തകരാനല്ല, നിന്റെ അകത്ത് ദൈവം പണിതെടുക്കാൻ വേണ്ടിയാ. നമുക്ക് വചനത്തിലോട്ട് വരാം. വചനത്തിലൂടെ ആണ് ഇന്ന് സംസാരിക്കുവാൻ പോകുന്നത്. ശ്രദ്ധിക്കണം, കർത്താവ് പഠിപ്പിച്ചൊരു വലിയ കാര്യമാണ്. വേദപുസ്തകം കർത്താവ് ശിഷ്യന്മാരെയും ജനത്തെയും ഭയങ്കരമായിട്ട് വിശ്വാസം പഠിപ്പിച്ചത് 4 സുവിശേഷങ്ങളിൽ കാണാം. അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതും വിശ്വാസമാണ്. പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതിയപ്പോൾ വായിക്കേണ്ട, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. അപ്പം ദൈവം പ്രസാദിക്കണേ എന്തോ വേണം? വിശ്വാസം വേണം. ദൈവം നിന്റെ ജീവിതം മാറണമെങ്കിൽ എന്തോ വേണം? വിശ്വാസം വേണം. ഹല്ലേലൂയ. വിശ്വാസം ഉണ്ടാകുന്നത് കേൾവിയാലാണ്. കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലാണ്. കർത്താവിൻ്റെ കൂടെ നടന്ന്, നിങ്ങൾക്കറിയാമോ, വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പം ആരെല്ലാം അത്ഭുതം കണ്ടിട്ടുണ്ടോ അവരുടെ എല്ലാം അകത്ത് വിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട്. വിശ്വാസത്തിനൊരു കുഴപ്പമുണ്ട്. സ്തോത്രം. വിശ്വാസം പിശാച് തല്ലിക്കെടുത്തി കളയാൻ ശ്രമിക്കുന്നവരുണ്ട്. നമ്മൾ യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, ശിമോനെ, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് അനുവാദം ചോദിച്ചു, പക്ഷെ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിക്കേണ്ടതിന് ഞാൻ വിട്ടുകൊടുത്തില്ല. അപ്പൊ വിശ്വാസം കുറയാൻ സാധ്യതയുണ്ട്, തകരാൻ സാധ്യതയുണ്ട്. ബൈബിൾ ഭാഷ പറയാം, അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയെന്ന വാക്യം. അവരുടെ വിശ്വാസ കപ്പൽ മറിഞ്ഞെന്ന വചനം. അങ്ങനെങ്കിൽ തകർക്കുകയും മറിക്കുകയും ചെയ്യുന്ന ശക്തിയൊക്കെ ഒരു ഭാഗത്തുള്ളപ്പം തളരാത്ത വിശ്വാസം, എൻ്റെ യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന വിശ്വാസം നിങ്ങളുടെ അകത്തുണ്ടായാൽ നിങ്ങളുടെ ലൈഫ് വിജയിച്ചു. ഓ ഹല്ലേലൂയ. ഞാൻ വാക്യത്തിലോട്ട് വരാം. ഇന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ പോകുന്ന ഭാഗം, നമ്മുടെ കർത്താവ് കർത്താവ് ചോദിച്ച ആദ്യത്തെ ചോദ്യമാണ്, നിങ്ങളുടെ വിശ്വാസം എവിടെ? അടുത്തിരിക്കുന്നതൊക്കെ ഒന്ന് കൈയോർത്തി ചോദിച്ചേ, വിശ്വാസം എവിടെയെന്ന് ചോദിച്ചേ. മിണ്ടുന്നില്ല. മുഖത്ത് നോക്കി ചോദിച്ചേ, നിങ്ങളുടെ വിശ്വാസം എവിടെ? ഇന്നലെ രാത്രി ഒരു ചെറിയ പ്രശ്നത്തിന് കിടന്ന് നിലവിളിക്കുമായിരുന്നല്ലോ. ഞാൻ ചോദിക്കാം, നിന്റെ വിശ്വാസം എവിടെ? ഒരു കുഞ്ഞ് കാറ്റിറങ്ങിയപ്പോഴേ നിന്റെ വിശ്വാസം പോയോ? ആരാണ്ടൊരു തകിട് കൊണ്ട് മിറ്റത്തിട്ടപ്പോൾ നിന്റെ വിശ്വാസം പോയോ? ആരാണ്ട് പറഞ്ഞോ നിനക്ക് വേണ്ടി മന്ത്രം ചെയ്യുന്നുണ്ട്, നിന്റെ വീട് പുഴുത്തിയാകും, വിശ്വാസം പോയോ? ഇങ്ങോട്ട് നോക്കിയേ. സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിനകത്ത് തകരാത്ത വിശ്വാസം ആര് മുറുകെ പിടിക്കുന്നോ അവനാണ് വിജയിച്ചവൻ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇത് ഞാൻ വിശ്വാസം. അപ്പൊ യേശു ചോദിക്കാം, നിന്റെ വിശ്വാസം എവിടെ? കർത്താവ് പറഞ്ഞൊരു വചനത്തിലോട്ട് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ നമുക്ക്. മർക്കോസിന്റെ സുവിശേഷം എടുത്താട്ട് 11-ാം അധ്യായം എടുത്താട്ട് 22-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. ദൈവത്തിന് സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 22-ാമത്തെ വചനം. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിപ്പീൻ. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാം. യേശു അവരോട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. അടുത്തിരിക്കുന്ന ആളെ തൊട്ടു പറ, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കാൻ പറ. ഹല്ലേലൂയ. ആ നിരാശ ഏറ്റവും ബാക്കി പറയുന്നില്ല. എനിക്കിവിടെ നിന്നാൽ നിങ്ങളുടെ ചലനങ്ങൾ കാണാം. ഒന്നുകൂടെ തൊട്ടു പറ, ഹല്ലേലൂയ. ദൈവത്തിൽ ലൈവിൽ കാണുന്നവരോടെ ഒന്ന് പറയുന്നാൽ, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഇപ്പം കൂടുകയാണ്. ഒന്നീ നിങ്ങൾ ടൈപ്പ് ചെയ്യണം. നിങ്ങൾ ഇങ്ങനെ സ്തോത്രം. ഇന്നാളി ഒരു ആൻറ്റി എന്നോട് പറഞ്ഞു, ബ്രദർ, ഞാൻ ലൈവ് ശുശ്രൂഷ എപ്പോഴും കാണുന്നത്. ഞാൻ ചോദിച്ചാൽ എന്നാ? അമ്മ പറയും, ഓമയ്ക്ക അരിയുകയും ചെയ്യാം, ലൈവ് കാണുകയും ചെയ്യാം. ഹല്ലേലൂയ. അപ്പോൾ ഓമയ്ക്ക അരിയുന്ന ഒരു ആൻറ്റി ആയിപ്പോൾ ലൈവ് കാണുന്നെങ്കിൽ പിച്ചാത്തി മാറ്റി വെച്ചത് ടൈപ്പ് ചെയ്യുന്നത് നല്ലതാണ്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണം. കാർ ഓടിക്കുന്നവരൊക്കെ നിർത്തിവെച്ചൊന്ന് ടൈപ്പ് ചെയ്യുന്നത് നല്ലതാണ്. ഓഫീസിൽ ഇരിക്കുന്നവർ ടൈപ്പ് ചെയ്യുന്നത് നല്ലതാണ്. എന്താ കാര്യം? നിങ്ങളും ഞങ്ങളുടെ കൂടെ ഈ ശുശ്രൂഷയിൽ ചേരുകയാണ്. നമുക്ക് ഇച്ചിരൂടെ ഗഹനമായിട്ട് പോകാം. അപ്പൊ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പം യേശുവിന് നിർബന്ധമുണ്ടായിരുന്നു, ജനമെല്ലാം ദൈവത്തിൽ വിശ്വസിക്കണം. ജനമെല്ലാം ദൈവത്തിൽ. അതുകൊണ്ടാണ് ബൈബിൾ എഴുതിയ, എൻ്റെ നീതിമാൻ എങ്ങനെ ജീവിക്കും? ഒന്ന് ഉറക്കെ പറഞ്ഞ്, വിശ്വാസത്താൽ. നിനക്ക് 10 കോടി ബാങ്കിൽ ഇല്ലെങ്കിൽ നീ ജീവിക്കും. എത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിലും നീ ജീവിക്കും. നിന്റെ ജീവിതം വിശ്വാസത്താലുള്ള ജീവിതമാണ്.
ഓ, മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. നമുക്ക് വാക്യത്തിലോട്ട് വരാം. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു ഒരു സാഹചര്യത്തിൽ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ വിശ്വാസം ഉള്ളവരായിരിക്കും. 20-ാമത്തെ വാക്യം വായിച്ചാട്ട്. മർക്കോസ് 11:20. രാവിലെ അവർ കടന്നു പോരുമ്പോൾ അത്തിവൃക്ഷം വേരോട് ഉണങ്ങിപ്പോയത് കണ്ടു. അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു, റബി, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ. സാഹചര്യം നിങ്ങൾക്കറിയാം. യേശു ഒരിക്കല് ഒരു സ്ഥലത്തൂടെ വരുമ്പം യേശുവിന് വിശച്ച സമയത്ത് ഒരു അത്തി നിൽക്കുന്ന കണ്ടു. അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു. യേശു അവിടെ ചെന്നിട്ട് ഇലയല്ലാതെ ഫലമൊന്നും കണ്ടില്ല. ഈ തമ്പുരാൻ ഇടയ്ക്കിടയ്ക്ക് ഫലം നോക്കാൻ വരും. മിണ്ടുന്നില്ല. നിന്നെ പട്ടത്ത് നട്ട് നീ ഇങ്ങനെ പട്ടം പോലെ കറങ്ങുമല്ലാതെ ഒരു ഫലവും നിന്നില്ല. ഒരിക്കലേ മുന്തിരിത്തോട്ടത്തിൽ നിൽക്കുന്ന ഒരു വൃക്ഷത്തെ കുറിച്ച് പറഞ്ഞു. ഫലം നോക്കി വന്നപ്പോൾ ഒന്നും കിട്ടിയില്ല. ഉടനെ സ്തോത്രം യജമാനൻ പറഞ്ഞു, വെട്ടാൻ പറഞ്ഞപ്പോ തോട്ടക്കാരൻ ആരാ? ക്രിസ്തു കയറി നിന്നേച്ച് പറഞ്ഞു, അയ്യോ യജമാനെ, വെട്ടല്ലേ, ഒന്നൂടെ കിളയ്ക്കാം, ഒന്നൂടെ വെള്ളം കൊടുക്കാം, ഒന്നൂടെ വളവിടാം, അടുത്തൊരു ഉപവാസം കൂടെ വെച്ച് നോക്കാം രക്ഷപ്പെടുവോന്ന്. ഇനിയും പെട്ടില്ലെങ്കിൽ വെട്ടിക്കളഞ്ഞേക്കാം. തമ്പുരാൻ ഇഷ്ടം നീ ഫലം കായ്ക്കണം. നല്ലൊരു ആമീൻ പറഞ്ഞാട്ട് ഒന്ന് തൊട്ടേച്ച് പറ, ഇങ്ങനെ ഇരുന്നാ പോരാ, ഫലം കായ്ക്കണമെന്ന് പറ. ഹല്ലേലൂയ. 30, 60, 100 മേനി ഫലം നീ ദേശത്ത് കായ്ക്കണം. ഞാൻ വാക്യത്തിലോട്ട് വരിക. അപ്പൊ ചുരുക്കി പറയാം, യേശു വന്നപ്പം സ്തോത്രം ഇലയല്ലാതെ അത്തിയ ഒന്നും അത്തിപ്പഴം ഒന്നും കണ്ടില്ല. യേശു പറഞ്ഞു, ഇനി ഒരിക്കലും നിന്നിൽ ഫലമില്ലാതെ പോട്ടെ. പണ്ട് പ്രസംഗരൊക്കെ പറയുന്നുണ്ട്, നസ്രയന്റെ ഉള്ളു കത്തിയാൽ സ്തോത്രം മുമ്പിൽ നിൽക്കുന്ന അത്തിയും കരിയുമെന്ന്. പോട്ടെ, അതൊന്നും ഞാൻ പ്രസംഗിക്കുന്നില്ല. ചുരുക്കി പറയാം, അതിനൊക്കെ ഒത്തിരി ആത്മീയ അർത്ഥങ്ങളുണ്ട്. അതൊന്നും ഞാൻ ഇപ്പം വ്യാഖ്യാനിക്കുന്നില്ല. കാര്യം എൻ്റെ സബ്ജക്റ്റ് അതല്ലോ. ഓരോ സബ്ജക്റ്റ് കൊണ്ടുവരുമ്പോൾ അതിനെല്ലാം ആത്മീയ അർത്ഥങ്ങൾ, അതുമായി ചേരുന്ന ദൂതുകളാണ് പരിശുദ്ധാത്മാവ് കോർത്തിണക്കുന്നത്. നമുക്ക് വാക്യത്തിലോട്ട് വരാം. ശ്രദ്ധിക്കണം. അങ്ങനെ ഇനിയും നിന്നിൽ ഫലമില്ലാതെ പോകട്ടെന്ന് പറഞ്ഞു. പിറ്റേന്ന് അവർ തിരിച്ചു വരുമ്പം കണ്ട കാഴ്ച, ആ അത്തി വേരോടെ ഉണങ്ങിപ്പോയി. യേശു ശപിച്ച അത്തി എന്ത് ചെയ്തു? വേരോട് ഉണങ്ങിപ്പോയി. പ്രസംഗകര് പറയാറുണ്ട്, ശാപം കാണുന്ന തലത്തിലല്ല, കാണാത്ത തലത്തിലാ. കാണാത്ത തലത്തിൽ വെളിപ്പെട്ട ശാപം കാണുന്ന തലത്തിലെ അത്തിയെ കരിച്ചു കളഞ്ഞു. അതും ഞാൻ തൊടുന്നില്ല. ചുരുക്കി പറയാം, അത്തി ഉണങ്ങിപ്പോയപ്പോൾ ശിഷ്യന്മാർ ആശ്ചര്യത്തോടെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അത്തി ഉണങ്ങിപ്പോയല്ലോ. യേശു കൊടുത്ത മറുപടിയാ വായിച്ചത്. ഒന്ന് വായിച്ചു കേൾപ്പിച്ചാട്ടെ ദയവായിട്ട്. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പീൻ, ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ. നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ യേശു അവിടെ നിന്നുകൊണ്ട് ഒരു കാര്യം പറയും. അപ്പൊ എന്റെ ചിന്ത പറയുക, ഈ അത്തി കരിച്ചതൊക്കെ, ഇവരെ കാണിച്ചതൊക്കെ സ്തോത്രം എനിക്ക് വലിയ ശക്തിയുണ്ട്, ഞാൻ നോക്കി അത്തി കരിയൊന്നും കാണിക്കാൻ വേണ്ടിയല്ല. ഇത് കാണിച്ചത് ഇവരെ കൊണ്ട് എന്തോ ചെയ്യിപ്പിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഞാനൊരു ദൂത് പറഞ്ഞു തുടങ്ങുക, വിശ്വാസമുള്ള നിന്നെ കൊണ്ട് ദൈവത്തിൽ ചിലതൊക്കെ ചെയ്യിക്കാൻ ആഗ്രഹമുണ്ട്. ഓ ഹല്ലേലൂയ. നമ്മൾ ആ വാക്യത്തിലോട്ട് വരാൻ പോവുക. ഇന്നിവിടെ ദൂത് നടക്കുമ്പോൾ യേശു എന്നോട് പറയുക, വിശ്വാസത്താൽ ചിലർ വിടുതൽ സ്വീകരിക്കാൻ പോവുക, വിശ്വാസത്താൽ ചില അത്ഭുതങ്ങൾ ജീവിതത്തിൽ വരാൻ പോവുക, വിശ്വാസത്താൽ ചില അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ പോവുക. എത്ര പേര് അതിന് ആമീൻ പറയുമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ദൂതിലോട്ട് വരാം. ഇന്ന് ദൂത് വെളിപ്പെട്ട് വരുമ്പോൾ വലിയ ദൈവപ്രവൃത്തി ഇവിടെ നടക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, യേശു ആ അത്തിയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് എന്നെ നോക്കണം. അത്തി കരിഞ്ഞു നിൽക്കുന്നു. നിങ്ങൾ എന്നെ നോക്കി, അത്തി ഇവിടെ നിൽക്കുകയാണ്. അത്തി എന്ത് ചെയ്യുക? വാക്യത്തിൽ തന്നെ നോക്കിയിരിക്കണം, വേറെ എങ്ങും പോകരുത്. ആ വാക്യത്തിൽ തന്നെ നോക്കിയിരിക്കണം. അത്തി പറയുമ്പോൾ തന്നെ അവിടുന്ന് തുടങ്ങണം. അത്തി നോക്കി നിൽക്കുമ്പോൾ അത്തി കരിഞ്ഞു. ഉടനെ ശിഷ്യന്മാരിൽ ഒരാൾ പറയുക, ചോദിച്ചേ, വായിച്ചേ ആ വാക്യം. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, അല്ല, അതിനു മുകളിൽ ശിഷ്യന്മാര് ചോദിക്കുകയാണ്. ഹല്ലേലൂയ. പത്രോസ് ചോദിക്കുകയാണ്, രാവിലെ അവർ കടന്നു പോരുമ്പോൾ അത്തിവൃക്ഷം വേരോട് ഉണങ്ങിപ്പോയത് കണ്ടു. അപ്പോൾ പത്രോസിന് അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു, റബി, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ. യേശു അവരോട് ഉത്തരം പറഞ്ഞു. യേശു ഉത്തരം പറയാ. നിങ്ങൾ ചോദ്യം ഇങ്ങനെ നിൽക്കുകയാണ്, യേശു ഉത്തരം പറയാണ് കേട്ടോ. ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കാൻ തയ്യാറാകുക. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ എന്നിട്ട് ദൂത് തുടങ്ങുക, ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട്. ഇവിടെ നിന്നോട് ശ്രദ്ധിച്ചേ, ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ. അപ്പൊ വിശ്വാസത്തിന്റെ എതിരാളി അവിശ്വാസമാണ്, അവിശ്വാസത്തിന്റെ എതിരാളി സംശയമാണ്.
ഒരാമയും വരുന്നില്ല. വിശ്വാസത്തിന്റെ എതിരാളി ആരാ? അവിശ്വാസം. വിശ്വാസം വരുമ്പോൾ തന്നെ അവിശ്വാസം അബ്രഹാമിന്റെ ക്വാളിറ്റി, അബ്രഹാമിന്റെ പ്രത്യേകത. മൂന്നാം സ്വർഗം വരെ പോയ പൗലോസ് റോമിലെ സഭയ്ക്ക് എഴുതിയപ്പോൾ എഴുതി എന്തുവാന്ന് കേട്ടോ? ദൈവത്തെ അവിശ്വാസത്താൽ സംശയിക്കാതെ. അവിശ്വാസം കയറിയ എന്നോ ഉണ്ടാവും, സംശയം ഉണ്ടാവും. തൊട്ടേച്ച് വരാട് നിന്റെ അവിശ്വാസത്തിന് മൊത്തം കാരണം സംശയാന്ന് പറ. ചിലർക്ക് മൊത്തത്തിൽ സംശയ, ചിലർക്ക് എന്തോ മൊത്തത്തിൽ ഭാര്യയെ സംശയം, ഭർത്താവിനെ സംശയം, പാസ്റ്ററെ സംശയം, നാട്ടുകാരെ സംശയം, വീട്ടുകാരെ സംശയം, അങ്ങോട്ട് വണ്ടിയെ പോയി സംശയം, ഇങ്ങോട്ട് വണ്ടിയെ പോയി സംശയം. ഇപ്പൊ സംശയം എന്ന കോട്ടയുടെ മണ്ടയ്ക്ക് കൈയും കെട്ടിയിരിക്കുക. എന്നിട്ട് പറയാം എനിക്കിപ്പോൾ ആരെയും വിശ്വാസമില്ല. നീ ആരെയും വിശ്വസിക്കണമെന്ന് ആർക്കാ നിർബന്ധം? നീ ആരെയും വിശ്വസിക്കണ്ട. ഹല്ലേലൂയ. ഞാൻ വചനത്തിലോട്ട് വരിക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഹല്ലേലൂയ. ശിഷ്യന്മാരെല്ലാം കൂടെ ആ ചിത്രം നിങ്ങൾ നോക്കി, അത്തി കരിഞ്ഞു നിൽക്കുന്നു, ശിഷ്യന്മാരെല്ലാം ഒരു സൈഡിൽ നിൽക്കുന്നു. യേശു എന്നിട്ട് പറയുകയാണ് ഹല്ലേലൂയ, ആ കരിഞ്ഞ അത്തിയെ നിർത്തിക്കൊണ്ട് പഠിപ്പിക്കുക. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നാടൻ പ്രയോഗം പണ്ട് ഓർക്കുന്നുണ്ടോ? ഇപ്പോഴാണ് പ്ലേ സ്കൂള്, LKG UKG ഒക്കെ ഇപ്പോഴാണ്. പണ്ട് എന്തുമായിരുന്നു? ഓലപ്പള്ളിക്കൂടം ഇല്ലയോ? ഓർക്കുന്നുണ്ടോ? ഓലെ പള്ളിക്കൂടത്തിൽ 50 വയസ്സിന് മേലുള്ള ആളോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ. സ്തോത്രം. 50 വയസ്സ്, ഒരു 70 വയസ്സോ 60 വയസ്സോ കൊണ്ട് ഇച്ചിട്ട് അറിയാം. 1-2 വണ്ടി പഠിപ്പിച്ച എങ്ങനെയാന്ന് പറയാോ? മണ്ണിൽ എഴുതിയാ ഇച്ചിരൂടെ കയറി പറ. ഒത്തു വരുന്നുണ്ട്. 10 കല്ല് പറക്കി വെച്ചേച്ച് 1 2 ഇങ്ങോട്ട് നോക്ക്. കല്ല് കൊണ്ട് എണ്ണി മണ്ണിനകത്ത് എഴുതി, സ്ലൈറ്റേൽ എഴുതി, ഓല എഴുതിയൊക്കെയാ പണ്ട്. ഇപ്പൊ അതൊക്കെ ഞാൻ വരും പിള്ളേർ കമ്പ്യൂട്ടറിൽ അടിക്കുക. 1 ശ്രദ്ധിച്ചിരിക്കണം. ഇതുപോലെ കർത്താവ് വിശ്വാസത്തിന്റെ 1ാമത്തെ പാഠം പഠിപ്പിക്കുക. ഒരു അത്തി മുമ്പിൽ കരിച്ചു നിർത്തിയിട്ട് എന്താണ് ഈ കത്തി കരിഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ കർത്താവ് പഠിക്കാം, നീ വിശ്വസിച്ചാൽ പലതും നടക്കുമെന്ന് വെളിപ്പെടുത്തുക. ഒരാമയും വരുന്നില്ല. ഞാൻ ഇന്ന് ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ അകത്ത് ഉറങ്ങിക്കിടക്കുന്ന വിശ്വാസം ഇന്ന് തലപൊക്കട്ടെ. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, ഇന്ന് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അളവുകോലിനെ ഒന്ന് അളക്കണം. അളവുകോൽ കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് അളക്കണം. റെഡിയാണോ? നിങ്ങളുടെ പ്രശ്നത്തെ വിശ്വാസത്താൽ ജയിക്കുന്നതായിട്ടൊന്ന് കാണാമോ? ഒരാമയും പറഞ്ഞാട്ട്. ഇന്ന് ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ അകത്തെ വിശ്വാസം ചലിച്ചു തുടങ്ങണം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇവിടെ നിങ്ങളെ ചിത്രത്തിലേക്ക് വന്നേ, അത്തി കരിഞ്ഞു നിൽക്കുക. ശിഷ്യന്മാർ ചോദിക്കുന്നൊരു ചോദ്യമാ, അല്ലെ, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ. ഉടനെ കർത്താവ് പറയുക, ആ പറയുന്ന ഭാഗം ഒന്ന് വായിച്ചേ. യേശു അവരോട് ഉത്തരം പറഞ്ഞു, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പീൻ. നിങ്ങൾ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പീൻ. അടുത്തിരിക്കുന്ന ആളെ തൊട്ടേച്ച് പറ, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കാൻ പറ. ഹല്ലേലൂയ. ഒരിക്കലും മാറത്തില്ലെന്ന് പറഞ്ഞ രോഗം ദൈവത്തിൽ വിശ്വാസമുള്ള നിനക്ക് ദൈവം മാറ്റിത്തരും. ഒരിക്കലും പോകാത്ത തടസ്സം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിനക്ക് ദൈവം ആ തടസ്സം മാറ്റിത്തരും. ദൈവത്തിൽ വിശ്വസിക്ക്. അസാധാരണമായ കാര്യങ്ങൾ നിന്റെ കുടുംബത്തിൽ നടത്താൻ പോവുക. ചില പ്രശ്നം വന്നത് തകർക്കാനല്ല, നിന്റെ വിശ്വാസത്തെ ഉണർത്താനാ. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ. ചില പ്രശ്നം വന്നത് തകർക്കാനല്ല, നിന്റെ വിശ്വാസത്തെ ഉണർത്താനാ. ഒരാമീൻ വരുന്നില്ല. ഹല്ലേലൂയ. ഞാൻ വളരെ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. യേശു പറയുകയാണ്, ഹല്ലേലൂയ, യേശു ക്രിസ്തു കൊടുത്ത മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചേ. കരിഞ്ഞ അത്തിയുടെ മുമ്പിൽ യേശു പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ നോക്കണം എന്താ പറഞ്ഞു കൊടുക്കുന്നത്, ശ്രദ്ധിച്ചേ. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ. അടുത്തിരിക്കുന്ന ആളെ നോട്ടേച്ച് പറ, സംശയമെല്ലാം മാറ്റണമെന്ന് പറ. ഒട്ടും ദൈവത്തെ അവിശ്വസിക്കരുത്, സംശയിക്കരുത്. ദൈവം ചെയ്യും. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഒന്ന് ഉറക്കെ പറഞ്ഞേ. അയ്യോ, ശബ്ദം തീരെയില്ലല്ലോ. ലൈവിൽ കാണുന്നവർ പറഞ്ഞ ദൈവം ചെയ്യും. നിങ്ങളൊന്ന് കൈ ഉയർത്തി പറഞ്ഞ ദൈവം അത് ചെയ്തു തരും. നിങ്ങളിലൂടെ ചെയ്തു തരും. വിശ്വസിക്കുന്ന നിങ്ങളിലൂടെ. യേശുവിന്റെ നാമത്തില് ദൈവത്തിന് വിശ്വസിക്കുന്ന ചിലരെ വേണം. ഇവിടുന്ന് വിശ്വാസം പറയുന്ന ചിലരെ വേണം. വിശ്വസിക്കുന്ന ചിലരെ ദൈവത്തിന് വേണം. വിശ്വസിക്കുന്നവരാൽ നടക്കുന്ന ചില പ്രവൃത്തിയുണ്ട്. ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ വിശ്വാസത്താൽ ചിലതിന്മേൽ ജയമെടുക്കാൻ പോവാ. നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ റെഡിയാണോ? കിലോമീറ്ററുകൾക്കപ്പുറത്ത് നീ ഫേസ് ചെയ്യുന്ന തടസ്സത്തെ ഇന്ന് വിശ്വാസത്താൽ ജയിക്കണം.
ഒരാമയും വരുന്നില്ല. വിശ്വാസത്താൽ നിന്റെ സന്തതിക്ക് വഴി ഓപ്പണായി വരുക. വിശ്വാസത്താൽ നിന്റെ വീട്ടിൽ നന്മ വെളിപ്പെടുക. ഓ, എല്ലാത്തിനും വിശ്വാസം. ആളിക്കത്തുന്ന തീ പോലെ ഇതിനകത്ത് അഭിഷേകം വ്യാപരിക്കുക. വിശ്വാസത്താൽ നിന്റെ മോൻ ആൾ മാറിയതുപോലെ ആകുന്നു. വിശ്വാസത്താൽ നിന്റെ മകൻ സ്നാനപ്പെടുന്നു. വിശ്വാസത്താൽ നിന്റെ മകൻ അഭിഷേകം പ്രാപിക്കുന്നു. ഈ പ്രയർ തീരുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന നിന്നോട് ദൈവത്തിന്റെ ദൂത്, വിശ്വാസത്തിന്റെ ചലനങ്ങൾ നടക്കുക. വിശ്വാസത്തിന്റെ ചലനങ്ങൾ നടക്കുക. നിന്റെ വീട്ടിൽ വിശ്വസിക്കുന്ന നീ ഒരാൾ മതി. നിന്റെ വീട്ടിൽ വിശ്വസിക്കുന്ന നീ ഒരാൾ മതി. നീ ഒരാൾ വിശ്വസിച്ചാൽ മതി. നിന്റെ വീട് അത്ഭുതത്തിന്റെ ഭവനമാകും. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ആ നിരാശയുടെ പിന്നിൽ നിന്റെ അകത്തെ അവിശ്വാസമാണ്. നീ പ്രയാസപ്പെടണ്ട. ചിലരൊക്കെ പറയുന്നേ കരയാനായിട്ട് എന്നെ വിളിച്ചതാ. അങ്ങനെ കരയാനായിട്ട് ആരെയും വിളിച്ചിട്ടില്ല. ഹല്ലേലൂയ. ആമീൻ പറയണം, ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആമീൻ. എത്ര പേർ പറയും ഞാൻ വിശ്വസിക്കുന്നുണ്ട്? ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ പ്രവചിച്ചു പറയൂ, അല്പചല ദിവസത്തിനകത്ത് നിന്റെ വീട്ടിലൊരു അത്ഭുതം നടക്കും. അത് വിശ്വസിക്കുന്ന നിന്റെ കുടുംബത്തിലാണ് നടക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് ബൈബിളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. ഹല്ലേലൂയ. നമുക്ക് ആ ഭാഗത്തോട്ട് വരാം. ദൈവത്തിന് സ്തോത്രം. യേശു പറയുകയാണ്, നമുക്ക് അവിടുന്ന് വായിച്ചു തുടങ്ങാം. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട്. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത്, ആര്? വിശ്വസിക്കുന്നവൻ പറയുന്നത് സംഭവിക്കും. വിശ്വസിക്കുന്നവൻ പറയുന്നത് സംഭവിക്കും. ഒരാമയും പറ. വിശ്വസിക്കുന്നവൻ പറയുന്നത് സംഭവിക്കും. ഒരാമയും വരുന്നില്ല. മറ്റുള്ളവരിൽ നിന്ന് നീ വ്യത്യസ്തനാകുന്നതിന്റെ കാരണം നീ ബെൻസ് കാറെ വന്നതല്ല, ഓടിയുടെ വണ്ടിയെ വന്നതല്ല, നീ വിശ്വസിക്കുന്നവനാണ് ആ വ്യത്യാസം. എല്ലാരും പറയുന്ന പോലെ നീയും പറയരുത്, കാരണം നീ വിശ്വാസമുള്ളവനാ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. കഴിഞ്ഞ 12 മണിക്കൂറത്തെ പ്രാർത്ഥനയ്ക്ക് വിടുന്ന ദൈവദാസൻ ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ കേട്ട് കാണും, പക്ഷെ ഇപ്പോൾ ഓർക്കുന്നില്ലായിരിക്കും. പക്ഷെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്താം. പൗലോസ് പറഞ്ഞൊരു പാദമാണ്, ഞാൻ ഒരിക്കലും ഇവിടെ പ്രസംഗിച്ച വചനമാണ്. ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ എൻ്റെ സംസാരം നാട്ടുകാരുടെ സംസാരമല്ല, വിശ്വാസമുള്ള സംസാരമാണ്. ഞാൻ എന്താ പറഞ്ഞാലും വിശ്വാസമേ പറയത്തുള്ളൂ. നിന്റെ മോൻ പരാജയപ്പെടുന്നു പറയുമ്പോൾ ഞാൻ പറയും ഇല്ല, അവൻ വിജയിക്കും. അത് വിശ്വാസത്തിന്റെ വാക്കാ. ഒരാമയും പറഞ്ഞാട്ട്. 2024 നിന്റെ ലൈഫിനെ വിജയിപ്പിക്കുന്ന വിശ്വാസം നിന്റെ അകത്ത് തലവെക്കട്ടെ. എനിക്ക് വിശ്വാസം വർദ്ധിച്ചാൽ ഞാൻ നടക്കേണ്ട കാര്യങ്ങൾ പേപ്പറിൽ എഴുതും. എൻ്റെ വീടിനെ കുറിച്ച് ഞാൻ തന്നെ വിശ്വാസം എഴുതി വെക്കും. എന്നെ കുറിച്ച് ഞാൻ വിശ്വാസം എഴുതി വെക്കും. നടക്കേണ്ട കാര്യങ്ങൾ വിശ്വാസം എഴുതി വെക്കും. ഒരാമയും പറഞ്ഞാട്ട്. അത് നാളെ കൊണ്ട് ആരെയും കാണിക്കുമൊന്നും വേണ്ട. ഹല്ലേലൂയ. നീ വിശ്വസിക്കുന്നു, അതുകൊണ്ട് നീ സംസാരിക്കുന്നു. നീ വിശ്വസിക്കുന്നു, അതുകൊണ്ട് നീ എഴുതുന്നു. സാഹചര്യങ്ങൾക്കെതിരെ വിശ്വസിക്കുക. വിശ്വാസത്തിന്റെ പവർ ഞാൻ പറയാം. വിശ്വാസത്തിന് മുമ്പിൽ സിംഹങ്ങളുടെ വായ അടയും. ഓ, ഞാൻ അവിടോട്ടൊക്കെ പോകാം. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നിനക്കെതിരെ പിളർന്ന വാ നിന്റെ വിശ്വാസത്തിന് മുമ്പിൽ തന്നെ അടയും. ഓ, ഹല്ലേലൂയ. അകത്ത് സ്തോത്രം ചെയ്യാൻ പറ്റുന്നവർ ചെയ്തോണം. ഹല്ലേലൂയ. അപ്പം യേശു പഠിപ്പിക്കുക, നിങ്ങൾ ശ്രദ്ധിച്ച്, കരിഞ്ഞത്തി മുമ്പ് നിൽക്കുക. ആമീൻ. ശിഷ്യന്മാരുടെ ചോദ്യം, ദൈവത്തിന് സ്തോത്രം, നീ ശപിച്ച അത്തി കരിഞ്ഞു പോയല്ലോ. കർത്താവിന്റെ ഉത്തരം തുടങ്ങി. ഒന്നുകൂടെ തുടങ്ങാം. സ്തോത്രം. ഇന്ന് പല ആവർത്തി വായിക്കേണ്ടി വരും. ഒന്നുകൂടെ തുടങ്ങാം. അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു, റബി, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പീൻ. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ. അവിടെ തൊട്ട് മതി. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ. ഞാനിത് പല ആവർത്തി വായിച്ച എനിക്ക് കാണാതെ പറയാൻ പറ്റും ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, നിങ്ങളുടെ ഉള്ളിൽ ഇത് കയറാൻ വേണ്ടിയാ. ദൈവത്തിന് സ്തോത്രം. ആമീൻ. ആരെങ്കിലും സംശയിക്കാതെ. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട്. നിങ്ങൾ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് ആ തലത്തിലോട്ട് വളരാൻ പറ്റുമോ? അതുകൊണ്ടാണ് നമ്മുടെ വാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുത്. നിങ്ങൾ വിശുദ്ധരാണ്. മറ്റുള്ളവരുടെ കുറ്റം പറയുകയും വിശ്വാസം പറയുകയും കൂടെ ഒന്നിച്ച് ചെയ്യരുത്. മിണ്ടുന്നില്ലല്ലോ. വാ തുറന്ന 100 പേരുടെ കുറ്റം പറയും. ഇച്ചിരി കഴിയുമ്പോൾ സ്റ്റേജൊക്കെ ഒരു വിശ്വാസം പറയും. നിന്റെ വിശ്വാസം 0.5% അംഗീകരിക്കത്തില്ല. ഒരാമയും വരുന്നില്ല. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യമാണ് ധ്യാനിക്കാൻ പോകുന്നത്. ലൂക്ക് ചാപ്റ്റർ 8 verse 25. വളരെ പരിചിതമായ
ഒരു വചനമാണ് അല്പനേരത്തെ ധ്യാനത്തിനായിട്ട് നമ്മൾ വായിക്കുന്നത്. ആ വാക്യത്തിൽ നിന്നുകൊണ്ട് ഇന്ന് ദൈവവചനം പറയാൻ പോകുകയാണ്. പിന്നെ അവരോട് നിങ്ങളുടെ വിശ്വാസം എവിടെയെന്ന് പറഞ്ഞു. അവരോ ഭയപ്പെട്ടു, ഇവൻ ആർ? അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നെന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. മതി. 2 ചോദ്യങ്ങൾ ഈ വാക്യത്തിനകത്തുണ്ട്. ഒന്നാമത്തെ ചോദ്യം യേശു ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങളുടെ വിശ്വാസം എവിടെ? രണ്ടാമത്തെ ചോദ്യം ശിഷ്യന്മാര് തമ്മിൽ ചോദിക്കുകയാണ്, ഇവൻ ആര്? ഈ വചനത്തിനകത്ത് പരിശുദ്ധാത്മാവിന് ശക്തമായിട്ട് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് വചനം കേൾക്കുമ്പം ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും ഇരിക്കണം. കർത്താവ് വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. നമുക്കതിൻ്റെ 22 വാക്യം മുതൽ നമുക്ക് ഒന്ന് വായിച്ചു കേൾക്കാം. ആ ഒരു ചെറിയ ഒരു പാരഗ്രാഫിനകത്ത് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവന്നിട്ട് ഈ വചനത്തിലോട്ട് നമുക്ക് വരാം. ഒരു ദിവസം അവൻ ശിഷ്യന്മാരുമായി പടകിൽ കയറി, നാം തടാകത്തിന്റെ അക്കരെ പോക എന്ന് അവരോട് പറഞ്ഞു. അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി. ആരോട് പറഞ്ഞു? യേശു ശിഷ്യന്മാരോട് പറഞ്ഞു. എന്തു പറഞ്ഞു? പടകിൽ കയറി അക്കരയ്ക്ക് പോകാം, നാം തടാകത്തിന്റെ അക്കരയ്ക്ക് പോകാൻ ആര് പറഞ്ഞു? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നമ്മള് പടകിൽ കയറി തടാകത്തിന്റെ അക്കരയ്ക്ക് പോകാ എന്ന് പറഞ്ഞു. അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി. തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായി. അവര് നീക്കി ഓടുമ്പം അവൻ ഉറങ്ങിപ്പോയി. യേശു ഉറങ്ങിപ്പോയി. തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി അടുക്ക ചെന്നു. നാഥ നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു. അവ അമർന്നു, ശാന്തതയുണ്ടായി. പിന്നെ അവരോട് നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് പറഞ്ഞു. അതിന്റെ സാഹചര്യമാണ് വായിച്ചു കേൾപ്പിച്ചത്. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾക്കറിയോ, വിശ്വാസം നീ ഒരു വിശ്വാസം പറയുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ ഫ്രണ്ട്സ് എല്ലാം വിശ്വാസം പറയുന്നവരായിരിക്കും. നീ നുണ പറയുന്നവനാണ് നിന്റെ ഫ്രണ്ട് എല്ലാം. യോഗത്തിലിരുന്നാലും നുണ പറയുന്നവർ ഒന്നിച്ചേയിരിക്കും, ആരാധിക്കുന്നവർ ഒന്നിച്ചേയിരിക്കും. കണ്ണ് കാണിക്കുന്ന ഇങ്ങനെ കണ്ണ് കാണിക്കുന്നവർ ഒന്നിച്ചേയിരിക്കും. എല്ലാവരും അങ്ങനെ. നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. ഒരു നുണ പറയുന്ന അടുത്ത ആൾക്ക് വരുമ്പോൾ സീറ്റ് പിടിച്ചിട്ടേക്കും. യോഗത്തിനിടയ്ക്ക് പറയാമല്ലോ, എന്തോ ഗുണമുണ്ടായി. നിങ്ങൾ എന്നെ എവിടെ ആരെങ്കിലും സീറ്റ് വല്ലവരും കൊണ്ടേ ഒരു തൂതുവാട്ടെ പോട്ടെ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ആത്മീകന് എന്നോടൊരിക്കൽ ഒരു ബ്രദർ വന്ന് പറഞ്ഞു, കോട്ടയം ചർച്ചിൽ ആരാധന കഴിഞ്ഞപ്പോൾ, എൻ്റെ പാസ്റ്റർ ഇന്ന് വന്നപ്പോൾ ലേറ്റ് ആയിപ്പോയി, ഏറ്റവും പുറയിലായിരുന്നു. ഞാൻ ചോദിച്ചാൽ എവിടെ ഇരുന്നാ എന്താ കുഴപ്പം? എൻ്റെ ബ്രദറെ ഒന്നും പറയണ്ട, അവിടെ അങ്ങ് വർത്താനം പറയുവോ ഫോൺ കളിയോ ഒക്കെയാ. സ്തോത്രം. ബ്രദറിന്റെ കണ്ണ് അവിടെ എത്തുന്നുമില്ലല്ലോ. ശ്രദ്ധിക്കണം. എൻ്റെ ബ്രദറെ ഇന്ന് യോഗത്തിന് വന്നിട്ടൊരു പ്രയോജനമില്ല. 2 ദിവസം കഴിഞ്ഞ് അടുത്ത യോഗത്തിന് മുമ്പിൽ വന്ന് യോഗം കഴിഞ്ഞ് പോയി, ഇന്ന് നിറഞ്ഞു ബ്രദറെ. കണ്ടുമിട്ടുന്നില്ല. അതെന്താ? സ്തോത്രം. പുള്ളിയുള്ള ലൈഫിനെ പുള്ളി സെറ്റ് ചെയ്തേക്കുന്നത് അങ്ങനെ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, അവിശ്വാസം പറഞ്ഞ് പഠിക്കരുത്, കുറ്റം പറഞ്ഞ് പഠിക്കരുത്. കുറ്റം നോക്കിയാൽ, സത്യം ഞാൻ പറയുക, കുറ്റമേ ഉള്ളൂ. ഒരു കുറ്റമില്ലെന്ന് നിങ്ങളുടെ വീട്ടിൽ ഒരാഴ്ച വന്ന് ഞാൻ താമസിക്കട്ടെ, 1500 കുറ്റം ഒരു പേപ്പറിൽ എഴുതി സീലും വെച്ച് തരാം. എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുക, 2200 കുറ്റം നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. കിട്ടുന്നില്ല. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയല്ല നമ്മൾ വന്നേ. ഒരാമയും വരുന്നില്ല. ഒരാൾ പാട്ട് പാടിയ അയാളുടെ കുറ്റം, ഒരാൾ പ്രസംഗിച്ച അയാളുടെ കുറ്റം, ഒരാൾ പ്രവചിച്ച അയാളുടെ കുറ്റം, ഒരാൾ സ്വോത്രം പറഞ്ഞ അയാളുടെ കുറ്റം. ഒന്നും പറയാതിരുന്ന ആള് കൊള്ളാം. ഒരു സ്വോത്രം പോലും പറയത്തില്ല, എന്ത് മിടുക്കാനാണെന്നറിയോ? ഇങ്ങോട്ട് ശ്രദ്ധിച്ചു. ഹല്ലേലൂയ. ആരുയരാൻ തുടങ്ങിയാലും ഹല്ലേലൂയ അതിനെതിരെ വാക്കുകളുണ്ട്. ആ വാക്കൊന്നും കേട്ട് നീ പേടിക്കരുത്. പക്ഷെ നീ അങ്ങനെ ശീലിക്കരുത്. ഹല്ലേലൂയ. പണ്ട് ഞാൻ ഹൈ റേഞ്ചിലോട്ട് കയറിപ്പോയപ്പം
അവിടെ ഒരു വലിയ ഒരു ഫ്ലെക്സ് ബോർഡ് ഭയങ്കര അടിച്ചേക്കുന്നു. വളവ് കയറി ചെന്നപ്പോൾ ഏലക്കായുടെ നാടാ. കുറെ ഏലക്കായുടെ ഫോട്ടോയും വെച്ച് ഒരേലക്ക പൊളിച്ച് ഒരു പുള്ളിക്കാരൻ ഇങ്ങനെ വായിക്കത്തിട്ട് ഏലക്കായെ രുചിക്കുന്ന ഫോട്ടോ വെച്ച് താഴെ എഴുതിയിരിക്കാം, ഏലം ഒരു ശീലമാക്കൂ. ഞാൻ നിന്ന് വായിച്ചു, ഞാൻ തിരിച്ചാ വായിച്ചേ, പ്രാർത്ഥന ഒരു ശീലമാക്കൂ. നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചു കേട്ടെ. എല്ലാവരും വായിക്കുന്ന പോലല്ല നീ വായിക്കേണ്ടിയേ, എല്ലാവരും പറയുന്ന പോലല്ല നീ പറയേണ്ടിയേ. നീ എന്ത് വാക്ക് പറഞ്ഞാലും ആ വാക്കിനകത്തൊരു വിശ്വാസം വേണം. ഒരാമയും പറഞ്ഞാട്ട്. എൻ്റെ ലൈഫിനെ മാറ്റിമറിച്ചത് വിശ്വാസമാ, യേശുവിലുള്ള വിശ്വാസമാ. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. ആരൊക്കെ എതിർത്താലും ഞാൻ വിശ്വസിക്കുന്നു. ആരെ വിശ്വസിക്കുന്നു? യേശുവിനെ വിശ്വസിക്കുന്നു. എങ്ങനെ വിശ്വസിക്കുന്നു? അതിയായി വിശ്വസിക്കുന്നു. ഓ ഹല്ലേലൂയ. ഞാൻ വിശ്വാസത്താൽ ജയിക്കുന്ന കാര്യമാണ് പറയാൻ പോകുന്നത്. നോക്കിയേ, ഈ അത്തി കരിഞ്ഞു നിൽക്കുമ്പോ അല്ലെ, ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് ഇന്നിരിക്കുന്ന ചിലരോട് ഞാൻ പറയാം, നിന്റെ ഹൃദയത്തിൽ വരുന്ന സംശയം, അവിശ്വാസം എന്ന കോട്ട ഇടിയണം. എത്ര പേര് ആമീൻ പറയാൻ പറ്റും? ദൈവപ്രവൃത്തിയെ വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ, ദൈവത്തിന്റെ അത്ഭുതത്തെ വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ, അത് നിന്റെ അകത്തൊന്ന് മാറിപ്പോകണം. അവിശ്വാസമുള്ള ഹൃദയത്തെക്കുറിച്ച് ബൈബിള് പഠിപ്പിക്കുന്നത് ദുഷ്ടഹൃദയമാണ്. മണ്ടുന്നില്ല. അവിശ്വാസമുള്ളവര് കാഞ്ചീപുരം ബനാറസ് പട്ട് കൊടുത്ത് ഇവിടെ വന്നാലും ഹൃദയം ദുഷ്ടഹൃദയ. അവിശ്വാസമുള്ള ഒരാള് ഓടിക്കൊണ്ട് പാർക്ക് ചെയ്ത് ഇവിടെ യോഗത്തിന് കയറിയാലും നിന്റെ ഹൃദയം ദുഷ്ടഹൃദയ ബൈബിള് വിളിക്കുന്ന. എന്നാൽ വിശ്വാസമുള്ള ഹൃദയം നിറവുള്ള ഹൃദയ. ഒരാമീൻ പറഞ്ഞാട്ട്. ഞാൻ ദൈവത്തെ, പൗലോസ് പറയാ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി. അടുത്ത പറയാ, ആ ദിവസം വരെ എന്നെ സൂക്ഷിപ്പാൻ അവൻ ശക്തനാന്ന് ഞാൻ അറിയുന്നു. ഒരാമീൻ പറഞ്ഞാട്ട്. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ദൂത് പറയുക, അല്ലെ, വിശ്വസിക്ക്, വലിയ കാര്യങ്ങൾ നടക്കാൻ പോവാ. യേശു പറയാ, ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വായിച്ചേ, ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഒന്ന് ശ്രദ്ധിച്ചേ, നീ വിശ്വാസത്തോടെ പറഞ്ഞാൽ പറഞ്ഞതുപോലെ സംഭവിക്കും. ഒന്ന് പറഞ്ഞേ. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ച് പറഞ്ഞാൽ നീ പറയുന്ന പോലെ സംഭവിക്കും. മല അവിടെ നിൽക്കട്ടെ. മല എന്ന സബ്ജക്റ്റിലേക്ക് വരാം. ഒന്നുകൂടെ ആ മല എന്ന പദം മാറ്റിയിട്ട് ഒന്ന് വായിക്കാമോ? ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട്. നീ പറഞ്ഞ പോലെ സംഭവിക്കും. ഒരാമീൻ വരുന്നില്ല. ഒന്ന് കൈ ഉയർത്തി പിടിച്ച് പറ, ഞാൻ പറയുന്ന പോലെ സംഭവിക്കും. വിശ്വസിക്കുന്ന, ഞാൻ പറയുന്ന പോലെ. നിന്റെ വീടിന്റെ പാപം മാറുമെന്ന് നീ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറുമെന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. ഒരാമീൻ പറഞ്ഞാട്ട്. അതെന്താ നീ വെളിപ്പെടുത്താൻ പോവാ? ഈ മലയോട് നീങ്ങി കടലിൽ പോയി ചാടുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. അങ്ങനെ എഴുതിയിരിക്കുന്നു, ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. എന്തുവാ അതിന്റെ അർത്ഥം? ഈ നാട്ടിലുള്ള മലകളെല്ലാം നമ്മൾ നീക്കി കടലിൽ ഇറക്കുന്നതല്ല. അവിടെ മലയെന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, മല ചലിക്കുന്ന മലയല്ല. മല എന്ത് ചെയ്യത്തില്ല? ചലിക്കത്തില്ല. നിശ്ചലമാ മല. ദൈവത്തിന് സ്തോത്രം. എന്നാല് മലകൾ ചലിച്ച ചരിത്രമുണ്ട്. ഹല്ലേലൂയ. ഒരിക്കൽ സങ്കീർത്തനക്കാരൻ ചോദിച്ചു, സമുദ്രമേ നീ ഓടുന്നത് എന്ത്? യോർദാനെ നീ പിന്മാറുന്നത് എന്ത്? അടുത്ത പറയാ, പർവ്വതങ്ങളെ നിങ്ങൾ മുട്ടാടുകളെ പോലെ തുള്ളുന്നത് എന്താ? കുന്നുകളെ നിങ്ങൾ കുഞ്ഞാടുകളെ പോലെ തുള്ളുന്നത് എന്ത്? അതിന്റെ കാരണം എന്താ? യഹോവയുടെ പെട്ടകം യോർദാനിൽ ഇറങ്ങിയാൽ ഏത് മലയും തുള്ളും. സങ്കീർത്തനക്കാരന്റെ ആത്മീക വീക്ഷണമാ. ഇനി ഞാൻ ദൂതിലോട്ട് ഇച്ചിരുടെ ഗഹനമായിട്ട് വരാം. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ദൈവത്തിന് സ്തോത്രം. മലയെന്ന് അവിടെ ഉദ്ദേശിക്കുന്നതിന് പല അർത്ഥങ്ങൾ ഉള്ളതിൽ ഒരർത്ഥം ഞാൻ പറയാം. നിശ്ചലമായതിനെ നിന്റെ വാ കൊണ്ട് ചലിപ്പിക്കാൻ പറ്റുമെന്ന് കർത്താവ് വെളിപ്പെടുത്തുക. ഒരാമയും വരുന്നില്ല. നിന്റെ സ്റ്റക്കായ ചില കാര്യത്തെ വിശ്വാസമുള്ള നിന്റെ വായിലെ വാക്കുകൊണ്ട് ദൈവം അതിനെ ചലിപ്പിക്കാൻ പോകുകയാ.
എത്ര പേര് അതിന് ആമീൻ പറയാൻ തയ്യാറാ? ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, അടുത്തിരിക്കുന്ന ആളൊന്ന് തൊട്ടച്ചു പറ, വാ തുറന്നു ഒന്ന് പറയാൻ പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ. ദൈവദാസി ഒന്നുകൂടെ വായിക്കാം. മല എന്ന വാക്ക് മാറ്റിയിട്ട് വായിക്കാൻ പോവാ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് പറഞ്ഞതുപോലെ സംഭവിക്കും. ഒരാമീൻ പറഞ്ഞാട്ട്. എത്ര പേർക്ക് ആമീൻ പറയാം? എന്റെ കുഞ്ഞ് പാസ്സാകുമെന്ന് പറഞ്ഞാൽ പാസ്സാവും. ഒരാമീൻ വരുന്നില്ല. എനിക്കൊരു പുതിയ വീട് തരണമെന്ന് പറഞ്ഞാൽ അത് തന്നിരിക്കും. വിശ്വാസത്തിന്റെ വാക്ക. ഒരാമീൻ വരുന്നില്ല. പണ്ടൊരമ്മച്ചി ഈ വചനം വെച്ചൊരു കഥയുണ്ട്. ഒരു അമ്മച്ചിയുടെ വീടിന് മുമ്പിൽ ഒരു വലിയ മലയുണ്ട്. കഥയാണ്. അപ്പൊ അമ്മച്ചി വൈകിട്ട് ഈ മല കണ്ടിട്ട് പറഞ്ഞു, ഞാൻ ഈ വചനം വെച്ച് പറയുന്ന ഈ മല നീങ്ങി കടലിൽ പോയി ചാടണം. എന്നിട്ട് അമ്മച്ചി വെളുപ്പിനെ ഒരു 8 ബാറ്റിയുടെ ടോർച്ച് ഇങ്ങനെ അടിച്ചു നോക്കിയെന്ന കഥയാ. അടിച്ചു നോക്കിയപ്പോൾ മല അതുപോലെ അവിടെ. അപ്പൊ അമ്മച്ചി പറയാം, അല്ലേലും എനിക്കറിയാം നീ പോകത്തില്ലെന്ന്. അതിൻ്റെ പേരാ അവിശ്വാസം, സംശയം. ഒരാമീൻ വരുന്നില്ല. ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എങ്ങനെ നടക്കാനാ? ഓ, എന്നെ പ്രാർത്ഥിച്ചേക്കാം. അങ്ങനല്ല. വിശ്വാസം വേറെ തലവാ. ഒരാമീൻ വരുന്നില്ല. എല്ലാവരും നെഗറ്റീവ് പറഞ്ഞാലും നീ പറയരുത്. കാരണം നീ വിശ്വസിക്കുന്ന ആളാ. മറ്റുള്ളവരിൽ നിന്ന് നീ വ്യത്യസ്തനാകുന്ന എവിടാ? നിന്റെ അകത്തെ വിശ്വാസമാ. ഒരാമീൻ പറഞ്ഞാട്ട്. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയും, വിശ്വസിക്കാൻ തുടങ്ങുക, വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവാ. എനിക്ക് ഒരു അനുഭവം ഉണ്ട്. ഒരിക്കല്, ഹല്ലേലൂയ, ഞാൻ ഒരിക്കല് ഒരു രാജ്യത്തുനിന്ന് ഒരു ലേഡി എന്നെ ഫോൺ വിളിച്ചു. ഞാൻ വിശ്വാസത്തിന്റെ നിറവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ആ സ്ത്രീ ഗർഭസ്ഥയാണ്. അവര് 6 മാസമാണോ 5 മാസമാണോ ഞാൻ ഓർക്കുന്നില്ല. അവരുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. ആമീൻ. പക്ഷെ സ്കാനിങ്ങിനകത്ത് അവരായിരിക്കുന്ന രാജ്യത്ത് തെളിഞ്ഞു, ആ കുഞ്ഞിന്റെ വലത്തെ കാലിന്റെ മുട്ട് തൊട്ട് താപ്പോട്ട് ഇല്ല, വിരലുകളുമില്ല. കാരണം മുട്ട് തൊട്ട് താപ്പോട്ട് ഒന്നും കാണുന്നില്ല. സ്തോത്രം. പിന്നെ ഹാർട്ടിന്റെ സ്തോത്രം, വാൽവിന്റെ അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. ചെവിക്കകത്ത് കേൾവി ഒരിക്കലും കിട്ടത്തില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു, ആ കൊച്ചിനെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഇല്ലായ്മപ്പെടുത്തി കളയണമെന്ന് അവിടുത്തെ മെഡിക്കൽ സയൻസ് ആവശ്യപ്പെട്ടു. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ. അന്ന് TV പ്രസംഗം കേട്ടിട്ട് സ്തോത്രം, ആ പുള്ളിക്കാരത്തി എന്നെ ഫോൺ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ ഈ വിശ്വാസത്തിൽ നിറഞ്ഞു നിൽക്കുമ്പം നമ്മൾ പറയുന്ന വാക്കും ഭയങ്കര വിശ്വാസമായിരിക്കും. നമ്മൾ വിശ്വാസത്തിൽ ഡൗൺ ആയി നിൽക്കുമ്പോൾ നമ്മൾ ചോദിച്ചാൽ, ബ്രദറെ എങ്ങനെയുണ്ടോ? ഓ, ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോകുന്നു. നല്ല നിറവ് എങ്ങനെയുണ്ടോ? ഓ, രാജകീയമായിട്ട് ദൈവം നടത്തുന്നു. അന്നേരം 10 പൈസ കയ്യിലില്ല. വിശ്വാസ കളിയാ. മിണ്ടുന്നില്ല. ഹല്ലേലൂയ. പണ്ട് ഞാൻ ഇങ്ങനെ വിശ്വാസത്തിൽ നിറഞ്ഞു നിന്നപ്പം എൻ്റെ കാലൊന്നും മടുത്തപ്പം ഞാൻ ഇങ്ങനെ യോഗത്തിലോട്ട് ഇങ്ങനെ വരുക. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി, കാലിന് പണി കിട്ടിയോ? ഞാൻ പറഞ്ഞല്ലേ, യാക്കോബിന് പഠിക്കുക. വിശ്വാസത്തിൽ നിറഞ്ഞു നിൽക്കുവാന്നേ നമ്മൾ പറയും യാക്കോബിന് പഠിക്കുക. അല്ലേ നമ്മൾ പറയും, ഞാൻ പറയാനാ ഉളുക്കി കൃപയാൽ ഒടിഞ്ഞില്ല, ഇനി 3 മാസം ഇങ്ങനെ ഇരിക്കണമായിരിക്കും എന്ന് പറയണ്ട. ഞാൻ യാക്കോബിന് പഠിക്കുമെന്ന് പറഞ്ഞാൽ എന്തുവാ? യാക്കോബിന് പഠിക്കുമെന്ന് പറഞ്ഞാൽ എന്തുവാ? തമ്പുരാനെന്ന് തൊട്ടപ്പം മുതൽ പുള്ളി ഇങ്ങനാ പോകുന്നത്. നിങ്ങൾ എന്നെ നോക്ക. പക്ഷേ യാക്കോബിന് പഠിക്കുവാന്ന് പറഞ്ഞ അന്ന് പ്രസംഗം കഴിഞ്ഞ് പോയപ്പോ തന്നെ ഞാൻ സൗഖ്യമായി. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. അപ്പൊ ഈ വിശ്വാസത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ, നമ്മുടെ വിശ്വാസത്തിലൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ ഈ നെഗറ്റീവ് പറയുന്ന 5 പേരൊക്കെ കിട്ടി അവനെ വിശ്വാസം ഇടിച്ചു കയറ്റി എഴുന്നേപ്പിക്കും. നമ്മൾ ഒരാമീൻ വരുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാം. നമ്മുടെ ഒരാളെ കിട്ടിയാൽ നമ്മളെ വിശ്വാസം പറഞ്ഞ് ഈ ചില കുറ്റം പറയുന്നവരോട് വണ്ടിയെ കയറിയ അന്ന് നമ്മുടെ കഷ്ടകാല. പക്ഷേ അന്നേരം നമ്മൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഇവന്മാരുടെ വാ തുറപ്പിക്കുകയല്ല. പറഞ്ഞു വിശ്വാസം പറഞ്ഞു. ഞാൻ ഒരിക്കൽ ഒരു രാജ്യത്ത് പ്രസംഗിക്കാനായിട്ട് ചെന്നു. വണ്ടിയിൽ നിന്നിറങ്ങി, ആ ഫ്ലൈറ്റിൽ നിന്നിറങ്ങി. എന്നെ അദ്ദേഹം കാറ് കൊണ്ടുപോകാനായിട്ട് ഞാൻ കാറെ കയറിയിരുന്നു. അന്നേരം തന്നെ. പക്ഷേ കേരളത്തിലെ അവസ്ഥ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു, നല്ല സ്പിരിച്വലി നല്ല ഒരു 4 പാസ്റ്റർമാർ. അവരെങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു, കത്തി നിൽക്കുമല്ലോ. പാസ്റ്റർ ഒന്നും അറിയുന്നൊന്നുമില്ല. പാസ്റ്ററോട് ഞാൻ 1-2 കാര്യം പറയാം. ഞാൻ പറഞ്ഞു, അച്ഛാ ഈ വണ്ടി അടിപൊളിയാന്നല്ലോ അച്ഛാ, ഇത് ദൈവം തന്ന വണ്ടിയാന്നല്ലോ. അച്ഛാ ഇത് എന്തോ വില കൊടുത്ത് വാങ്ങിച്ചാ? പുള്ളി പറഞ്ഞു, ഇന്ന വില കൊണ്ട് വാങ്ങിച്ചു. എത്ര നാളായി വാങ്ങിച്ചിട്ട്? ഇതിന് എത്ര എൻജിൻ പവർ ഉണ്ട്?
സ്തോത്രം. ഇത് സ്തോത്രം എത്ര പ്രാവശ്യം എത്ര ലിറ്റർ ഡീസൽ കയറും, ഓയിൽ ചേഞ്ച് എപ്പോഴാ, ടയറിന്റെ പ്രഷർ എപ്പോഴാ, പുള്ളി ഒന്ന് തീരുമാനം അടുത്ത് ചോദിച്ച് ഞാൻ വീട് വരെ ചെന്നു. കാര്യം ഇവന്റെ നാവ തടപ്പിച്ച ഇവൻ നെഗറ്റീവ് പറയും. കണ്ട മിണ്ടുന്നില്ല. വായിക്കാത്ത തുണി തിരികെ കയറ്റിയില്ലെന്നേ ഉള്ളൂ വിശ്വാസം കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വായ അടച്ചു നിർത്തിയിരിക്കുക. അപ്പൊ ചിലരോടൊക്കെ വർത്താനം പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം, വിശ്വാസം ഇല്ലാത്തവരോട് മിണ്ടാതിരിക്കുന്നത് ഏറെ നല്ലത്. മിണ്ടിയാൽ അവന്റെ അവിശ്വാസത്തിൽ നീ ചേരരുത്, നിന്റെ വിശ്വാസം അവന് കുത്തിവെക്കണം. ഒരാമയും പറഞ്ഞു തുടങ്ങിയാട്ട് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ദൂത് പറയാം, ഈ മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് നിറഞ്ഞൊഴുകുന്ന പാത്രത്തിലെ വെള്ളം പോലെ നിന്റെ അകത്തെ വിശ്വാസം ഓവർഫ്ലോ ചെയ്യണം. ഓ ഹല്ലേലൂയ, നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുക്കൽ ഒരു ബ്രദർ വന്നിട്ട് പറഞ്ഞു, ഞാൻ ചോദിച്ചു, ബ്രദറെ എന്തുകൊണ്ട് വിശേഷം? ഓ ഇങ്ങനെയൊക്കെ പോന്നു, ഇപ്പോൾ നമുക്കറിയാം ശകലം കുഴപ്പം. ബ്രദറെ എന്തോ പറയാനാ, ഷുഗറൊക്കെ വന്ന് ഒരു വല്ലാത്ത, നമ്മൾ ഷുഗർ വന്നോ, എന്നാ നല്ല കുടുംബത്തിൽ പറഞ്ഞതാണല്ലോ. അപ്പൻ്റെ പേരെന്തുവാ? ഔസപ്പ്. കൊള്ളാം കേട്ടോ. ഈ നല്ല കുടുംബത്തിൽ പിറക്കാത്തതിനൊന്നും ഷുഗറൊന്നും വരികയല്ല. എന്തുവായി പറയുന്നത്? ഇന്നലെ കൂടെ പ്രാർത്ഥിച്ചു പറഞ്ഞ് കിഡ്നിയോടൊരു പോരുണ്ടെന്ന്. കണ്ടോ മിണ്ടുന്നില്ല. ഞാൻ പുള്ളിയുടെ ഒരു 10 മിനിറ്റ് വർത്താനം പുള്ളി പറയുക, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വിളിച്ചോട്ടെ, എന്തിനാ? ഒന്ന് ചാർജ് ആകാനാ. കണ്ടോ മിണ്ടുന്നില്ല. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നിന്റെ വാക്ക് വിശ്വാസത്തിന്റെ വാക്കാകണം. യേശു ഒറ്റ വീട്ടിൽ നെഗറ്റീവ് പറഞ്ഞില്ല, മരണ വീട്ടിൽ ചെന്നിട്ട് അനുശോചനം പറഞ്ഞില്ല, വിശ്വാസമാ പറഞ്ഞത്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ പോവുക. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിന്റെ വീടിന്റെ അന്തരീക്ഷം മാറാൻ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന വിശ്വാസം. യേശു പറയുക, നിങ്ങൾ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. ഒരാമയും പറഞ്ഞേ, നടത്തിരിക്കുന്ന ആളെ തൊട്ടച്ച് പറ, നീ പറയുന്നത് പോലെ സംഭവിക്കുമെന്ന് പറ. ഒന്നുകൂടെ ചിരിച്ചോണ്ട് പറ, നീ പറയുന്ന പോലെ. ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. യേശു ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഇവരെ പഠിപ്പിക്കാൻ തുടങ്ങി. യേശു ശിഷ്യന്മാരോടാണ് ഈ കാര്യം പറഞ്ഞത്, നിങ്ങൾ പറയുന്ന പോലെ സംഭവിക്കുമെന്ന്. ഇനിയും യേശു വിശ്വാസികളോട് അല്ലെങ്കിൽ ജനത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യം വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാം വാക്യം. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന്. ജനത്തോട് പറയാ, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. ഇനി ഒരു സാധ്യതയില്ലെന്ന് പറയുന്നിടത്ത് നീ വിശ്വസിച്ചാൽ ആ വിഷയത്തിൽ ദൈവത്തിന്റെ മഹത്വം കാണാം. എത്ര പേര് ആമീൻ പറയും? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം എടുത്തേ. വിശ്വാസത്തിന്റെ അടുത്ത തലം പറയാൻ പോവാ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം എടുത്തേ. 12-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ആമീൻ ആമീൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. യോഹന്നാൻ 14:12. ഹല്ലേലൂയ. ഞാൻ നിന്നോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി. യേശു ഒത്തിരി കാര്യങ്ങൾ ചെയ്തേച്ച് പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. നിങ്ങൾക്കറിയാമോ, ഈ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാരുടെ 2 കാര്യത്തിൽ കർത്താവ് ശാസിച്ചു. എന്തൊക്കെയാണെന്നറിയാമോ? അവരുടെ അവിശ്വാസത്തെയും ഹൃദയ കാഠിന്യത്തെയും കർത്താവ് ശാസിച്ചു. എന്നിട്ട് കർത്താവ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കേട്ടോ, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും എന്ന് പറഞ്ഞ ഒരു ദൈവപ്രവൃത്തി കൊതിക്കുന്നവന്റെ അകത്ത് ഉറപ്പുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഒരു ദൈവപ്രവൃത്തി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. സ്തോത്രം. ഒരിക്കല് കിഡ്നി നഷ്ടപ്പെട്ടു പോയ ഒരാൾ പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ അടുക്കൽ വന്നു. അദ്ദേഹത്തിന് കിഡ്നി സ്തോത്രം ഫെയിലായി പോയതാണ്. അദ്ദേഹത്തിൻ്റെ കിഡ്നി വർക്ക് ചെയ്യുന്നില്ല. അദ്ദേഹത്തിന് പുതിയൊരു കിഡ്നി മാറ്റി വെക്കാനുള്ള പൈസയും ഇല്ല. സ്തോത്രം. ഈ സാഹചര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ, നിന്റെ കാര്യത്തിൽ ഒരു അത്ഭുതം നടക്കാൻ പോവാ. നിന്റെ കാര്യത്തിൽ ഒരു അത്ഭുതം നടക്കാൻ പോവാ. ഒരാമയും പറഞ്ഞാട്ടെ. പുള്ളി എന്നോട് പറഞ്ഞു, ദൈവം ഒന്നിയിൽ എനിക്ക് പുതിയ കിഡ്നി ഉണ്ടാക്കി തരണം, അല്ലേ എന്നെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റണം. കാരണം എനിക്ക് കിഡ്നി തരാൻ ആളില്ല, എനിക്ക് കിഡ്നി ഓപ്പറേഷൻ ചെയ്യാനും ആരുമില്ല. ദൈവത്തിന്റെ സ്തോത്രം. ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ഇതൊന്നും എനിക്കറിയത്തില്ല, നിന്റെ കിഡ്നിയുടെ കാര്യത്തിൽ ഒരു അത്ഭുതം നടക്കുമെന്നൊരു ദൈവശബ്ദം ഞാൻ കേൾക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥന കഴിഞ്ഞ് പുള്ളി പോയി. 1 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ആ അത്ഭുതം നടക്കാൻ പോവാ. ഞാൻ ചോദിച്ചു, എന്തുവാ കാര്യം?
പുള്ളി പറഞ്ഞു ഞാൻ പ്രെയർ കഴിഞ്ഞിട്ട് ദൈവത്തിന് സ്തോത്രം പോയി 2 ദിവസം കഴിഞ്ഞ് ഒരു ദിവസം കവലെ നിൽക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു അങ്കിൾ എൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, നിന്റെ കിഡ്നിയുടെ കാര്യം എന്തുവായെന്ന് ചോദിച്ചു. സ്തോത്രം അന്നേരം പറഞ്ഞു, ആമി എൻ്റെ കിഡ്നിയുടെ കാര്യം സ്തോത്രം ഒന്നും ആയിട്ടില്ലെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അന്ന് പറഞ്ഞു, മോനെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്വപ്നം കണ്ടു. എന്തുവാ സ്വപ്നം? ആ മനുഷ്യനോട് ദൈവം പറയാ, നിന്റെ കിഡ്നി നീ ഒരാൾക്ക് ദാനം കൊടുക്കണം. ഞാൻ നിന്നെ തപ്പി നടക്കുകയാണ് 3-4 ദിവസമായിട്ട്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, എനിക്ക് എൻ്റെ കിഡ്നി നിനക്ക് ചേരുമെങ്കിൽ തരാം. അങ്ങനെ ഹോസ്പിറ്റലിൽ ടെസ്റ്റ് നടത്തിയപ്പം കറക്റ്റായിട്ട് ചേരും. പുള്ളി പോകാൻ നിറച്ചു, നീ ഭാരപ്പെടണ്ട, അത് മാറ്റിവെക്കുന്നതിൻ്റെ പൈസയും 2 വർഷത്തെ ട്രീറ്റ്മെൻറ്റും നിനക്ക് ഞാൻ തന്നോളാം. ഞാൻ നിങ്ങളോടൊരു കാര്യം, നമ്മൾ ചിന്തിക്കുന്ന വഴി കൂടെ അല്ലായിരിക്കാം അത്ഭുതങ്ങൾ വരുന്നത്. പക്ഷെ ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ഇന്ന് ആരോടൊക്കെയോ ദൈവം പറയാം, വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം എന്തോ ചെയ്യാൻ പോകുകയാ. ഒരാമയും പറഞ്ഞാട്ട്. അപ്പൊ യേശു പറയാം, വിശ്വസിക്കുന്നവരാൽ എന്ത് ചെയ്യും? ഈ അടയാളങ്ങൾ നടക്കും. നമ്മി മർക്കോസിന്റെ സുവിശേഷം എടുത്ത് ഞാൻ ആ വാക്യത്തിലോട്ട് തിരിച്ച് ഞാൻ ഈ യോഹന്നാനിലോട്ട് വരാം. ഈ മർക്കോസ് ഒന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരാം. 16-ാം അധ്യായം 17-ാമത്തെ വാക്യം. മാർക്ക് ചാപ്റ്റർ 16 verse 17. 16. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം. അപ്പൊ ബൈബിളിൽ ശ്രദ്ധിക്കണം, ദൈവം എന്തു കാര്യം ചെയ്താലും ആ ചെയ്യുന്നയാൾ വിശ്വാസമുള്ള ആളായിരിക്കണം. ഒരാമയും വരുന്നില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിന്നെ ചില കാര്യങ്ങൾ ഏൽപ്പിക്കത്തക്കവണ്ണം വിശ്വാസം നിന്റെ അകത്തുണ്ടോ? അടുത്തിരിക്കുന്ന ആളോടൊന്ന് ചോദിച്ചാൽ, നിന്നെ ചില കാര്യങ്ങൾ ഏൽപ്പിക്കത്തക്കവണ്ണം നിന്റെ അകത്ത് വിശ്വാസമുണ്ടോ? ഓ ഹല്ലേലൂയ. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പ്രവചിച്ചു പറയുക, നീ ഇന്നലകളിൽ ജീവിച്ച പോലെ അല്ല, വിശ്വസിക്കുന്ന നിന്നിലൂടെ ചില ദൈവപ്രവൃത്തി ഒഴുകാൻ പോവാ. വിശ്വസിക്കുന്ന നിന്നിലൂടെ ചില ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവാ. വിശ്വസിക്കുന്ന നിന്നിലൂടെ ചില ദൈവപ്രവൃത്തിയുടെ ഫ്ലോ സാക്ഷ്യം കേട്ട് നീ തുള്ളിച്ചാടാൻ പോവുകയാ. കാരണം വിശ്വസിക്കുന്ന നിന്നിലൂടെ ആ പ്രവൃത്തി നടക്കാൻ പോവാ. ഓ ഹല്ലേലൂയ. ആരോടൊക്കെയോ ദൈവാത്മാവ് ദൂത് പറയുക, ഇരുട്ടറകളിൽ വെളിച്ചം പ്രകാശിക്കുന്ന പോലെ ചിലരുടെ ഹൃദയഭിത്തികൾക്കകത്ത് വിശ്വാസത്തിന്റെ പ്രകാശം ഒരു തേജസ് പോലെ അതിനകത്തേക്ക് പ്രവേശിക്കുക. ഓ അല്പനിമിഷങ്ങൾ സ്തോത്രം ചെയ്ത് തുടങ്ങ്. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരുന്ന ഇച്ചിരൂടെ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ എന്ത് വിശ്വസിച്ചോ അതിന്റെ അടുത്ത ലെവലിൽ നിന്ന് വിശ്വസിക്കണം. ഒരാമയും പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. വായിച്ച്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. ഓ ഞാൻ വിട്ടിരിക്കുന്ന ചിലരോട് പറയാം, ഭൂതം പുറത്താക്കുന്നത് കാണാനല്ല നിന്നെ ഇവിടെ കൊണ്ടുവന്നത്, നിന്നിലൂടെ ഭൂതങ്ങൾ പുറത്താക്കപ്പെടും. ആരിലൂടെ? ആരിലൂടെ? വിശ്വസിക്കുന്നവനിലൂടെ. ഒരാമയും വരുന്നില്ല. ഒരു ഭൂതത്തെ പുറത്താക്കുവാൻ നിനക്ക് വേണ്ട അധികാരം നിന്നിൽ വിശ്വാസം വ്യാപരിക്കണം. നിന്നിലൂടെ എന്തൊക്കെയോ പ്രവൃത്തി നടക്കാനുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിന്നിലൂടെ എന്തൊക്കെയോ അസാധാരണ സംഭവങ്ങൾ, നിന്റെ കുടുംബത്തിലൂടെ എന്തൊക്കെയോ അസാധാരണം. ഓ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. പണ്ടൊരു സ്ഥലത്ത് ഒരു ഭൂതം ഇളകിയപ്പം ഒരാൾ ചെന്ന് തലയെ കൈവച്ച് ചോദിച്ചു, ഭൂതമേ പോകാമോ? ഭൂതം പറഞ്ഞു, ഞാൻ പോകത്തില്ല. പുള്ളി പറഞ്ഞു, എന്നാ ഞാൻ പോവാന്ന് പറഞ്ഞു. മിണ്ടുന്നില്ല. അതുപോലല്ല ശുശ്രൂഷ. ഹല്ലേലൂയ. നീ പ്രാർത്ഥിച്ചാൽ എന്ത് ചെയ്യും? നാളെ ഇവിടെ വഴിയെ കൂടെ നടന്നുള്ള ഭൂതങ്ങളെ എല്ലാം ഭോപിശാചെ എന്ന് പറഞ്ഞ് നടക്കണമെന്നല്ല അതിന്റെ അർത്ഥം. മിണ്ടുന്നില്ല. ഹല്ലേലൂയ. പണ്ട് കുറെ ചെറുപ്പക്കാരെല്ലാം കൂടെ കൂടി ഒരു പ്രാർത്ഥന കൂടി കഴിഞ്ഞപ്പം അന്ന് വന്ന പാസ്റ്റർ പറഞ്ഞു, നിങ്ങൾക്കെല്ലാം ശുശ്രൂഷ തരുക. എല്ലാവരും റോഡിലോട്ടിറങ്ങി സ്തോത്രം ഓരോ കടയിൽ അവിടെയും ചെന്നിട്ട് മുറുക്കാൻ കണ്ടിട്ട് നോക്കി യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. സ്തോത്രം. അവസാനം നാട്ടുകാരെല്ലാം കൂടെ അവരെ ബന്ധിക്കേണ്ടി വന്നു. അങ്ങനെ ഇടവരരുത്. അതൊന്നും അല്ല ഇവിടെ പറഞ്ഞു വരുന്നതിന് ധാരണം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ വിശ്വാസത്തിൽ വന്ന സമയത്ത് ഭയങ്കരമായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ അവിടെ ഒരു യോഗത്തിന് പോയി. അവിടെ യോഗത്തിന് പോയപ്പോൾ സ്തോത്രം ഒരു വീടാണ്. ആ വീടിനകത്താണ്
ഞങ്ങളുടെ റിലേറ്റീവാണ്. ഇങ്ങനെ നെടുനീളത്തിലാണ് ആ വീട്. ആ വീട്ടിൽ 10-70 പേര് പ്രാർത്ഥനയ്ക്ക് കൂടിയിരിക്കുക. അപ്പം നമ്മുടെ സ്വന്തമായതുകൊണ്ട് നമ്മളും ആ പ്രാർത്ഥനയ്ക്ക് ചെന്നു. അപ്പം ചെന്നപ്പം എന്നെ കണ്ടപ്പം പറഞ്ഞു, അകത്തെ മുറിക്കകത്തോട്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ ഏറ്റവും അകത്തെ മുറിക്കകത്ത്, അതായത് ഞങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുവാണ്. ആ ബന്ധു കിടക്കുന്ന മുറിക്കകത്തോട്ട് അവിടെ ഇരുന്ന് എല്ലാം കാണാം. അപ്പം എന്നെ കണ്ടപ്പം പ്രസംഗിക്കുന്ന അച്ഛൻ പറഞ്ഞു, ബാബേക്കോട്ടെ ജനത്തിൻ്റെ ഭാഷ കലക്കിയതാണ്, അന്യഭാഷ എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ചിലതൊക്കെ കേട്ടില്ലെന്നും അന്നൊക്കെ അവർ പലർക്കും വാശിയുണ്ടായിരുന്നു. ഇന്ന് ആർക്കും വാശിയില്ല, ആരോടും കാര്യം. എല്ലാവരും സത്യം മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങളാരും മിണ്ടുന്നില്ല. അപ്പൊ ചുരുക്കി പറയാം, ഞങ്ങളുടെ അവിടെ പണ്ട് ഒരുപാട് മെമ്പർ ഉണ്ടായിരുന്നു. പുള്ളിക്ക് ആ കാലങ്ങളിൽ ഒരു ചെറിയ ഒരു ഭൂത വ്യാപാരം ഉണ്ടായിരുന്നു. എല്ലാവരും ചെരുപ്പ് വെളിയിൽ ഇട്ടിട്ട് കയറി. ഇപ്പം പുള്ളി ചെരുപ്പുമായിട്ട് അകത്ത് കയറി ചെരുപ്പേലിരുന്നിട്ട് ചെരുപ്പേ കയറി ഇരിക്കുമായിരുന്നു. എല്ലാവരും പായലായിരിക്കുന്നത്, പുള്ളി ചെരുപ്പിൻ്റെ മണ്ടക്കിരുന്നു. പ്രസംഗം അങ്ങോട്ട് കൊടുമ്പിരി കൊണ്ടപ്പം അമ്മ സ്തോത്രം, പുള്ളി എഴുന്നേറ്റ് കയ്യെ ചെരുപ്പ് കെട്ടിയിട്ട് അടുത്തിരുന്നവർക്കെല്ലാം ഓരോന്ന് കൊടുത്തു. പ്രസംഗിച്ച പ്രസംഗകനോട് പറഞ്ഞു, സ്തോത്രം, പ്രസംഗിച്ച പ്രസംഗകനോട് പറഞ്ഞു, അനങ്ങിപ്പോയക്കല്ലെന്ന് പറഞ്ഞു. പുള്ളി അവിടെ നിൽക്കുക. സ്വർഗത്തിൽ മൗനത ഉണ്ടായതുപോലെ 10-70 പേരും ചെരുപ്പ് കയ്യെ കയറ്റിയിട്ടുണ്ട്. ഒരു തരംഗം അടി കഴിഞ്ഞ് നിൽക്കുക. പുള്ളി ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഞാൻ എൻ്റെ റിലേറ്റീവിനോട് ചോദിച്ചു, ഞാനൊന്ന് പ്രസംഗിച്ചോട്ടെ, അനുവാദം തരിക. ഞാൻ എഴുന്നേറ്റ് ദൈവത്തിന് സ്തോത്രം. ഉടനെ പുള്ളി പറഞ്ഞു, ഉപദേശി പറയുന്ന എല്ലാവരും കേട്ടോണം. എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ പ്രസംഗം തുടങ്ങി, രക്ഷ പ്രസംഗിച്ചു, സ്നാനം പ്രസംഗിച്ചു, അഭിഷേകം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭൂതം പുറകോട്ട് വീണ് വിട്ടുപോയി. ഇന്ന് ആ പ്രസംഗിച്ചിട്ടില്ല പിള്ളേർ വിശ്വാസത്തില. ഞാൻ എന്തിനാ ഇതൊക്കെ പറഞ്ഞു വരുന്നൊരു സാരം ഞാൻ നിങ്ങളോട് പറയാം. വിശ്വസിക്കുന്നവരാൽ ഭൂതങ്ങൾ പുറത്താക്കപ്പെടും. ഒരാമീൻ വരുന്നില്ല. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റുമോ? പ്രാർത്ഥിക്കുന്ന നിന്നോട് ദൈവത്തിന്റെ ദൂത, വിശ്വസിക്കുന്നവരാൽ ഭൂതങ്ങൾ പുറത്താക്കപ്പെടും. എത്ര പേര് അതിന് ആമീൻ പറയും? ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ചിലരെ ദൈവത്തിന് നിന്നെ കൊണ്ട് ചിലതൊക്കെ ചെയ്യിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്.